ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഹോപ്പ് യു ആർ ആൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു NCERT ക്ലാസ് 10 പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് പവർ ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് പാർട്ട്, അതായത് ഈ പറയുന്ന പവർ ഷെയറിംഗ് എങ്ങനെയാണ് ബെൽജിയത്തിലും ശ്രീലങ്കയിലും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് ശ്രീലങ്ക ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആയത് എന്നുള്ളത്, അതേപോലെ തന്നെ ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്, ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോ എല്ലാവരും ഉത്തരം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 മെയിൻ ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വൈ പവർ ഷെയറിംഗ് ഇസ് ഡിസൈറബിൾ, ഓക്കെ, എന്നുള്ളൊരു ടോപ്പിക്കും ഡിഫറെന്റ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ്, ഈ 2 ഏരിയാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂവ് ചെയ്യാല്ലേ? അപ്പൊ നമുക്ക് മൂവ് ചെയ്യാം. സോ വൈ പവർ ഷെയറിംഗ് ഇസ് ഡിസൈറബിൾ, എന്തിനാണ് പവർ ഷെയറിംഗ്? ടു ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് റീസൺസ് ക്യാൻ ബി ഗിവൻ ഇൻ ഫേവർ ഓഫ് പവർ ഷെയറിംഗ്. പവർ ഷെയറിംഗുമായിട്ട് ഫേവർ ആയിട്ട് 2 ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് റീസൺസ് തരുന്നുണ്ട്. ഒന്ന് പ്രുഡൻഷ്യൽ റീസൺ, മറ്റൊന്ന് മോറൽ റീസൺ. അപ്പൊ ഈ ഓരോ റീസൺസ് ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ദ പ്രുഡൻഷ്യൽ റീസൺ, പവർ ഷെയറിംഗ് ഇസ് ഗുഡ്. പവർ ഷെയറിംഗ് നല്ലതാണ്. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് റിഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പൊ ഒന്നാമത്തത് എന്താണ്? ദ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യാൻ എന്താണ്? പവർ ഷെയറിംഗ് ഗുഡ് ആണ്. ഓക്കെ, സോ വൺസ് അഗൈൻ പവർ ഷെയറിംഗ് ഇസ് ഗുഡ്. കാരണം ഇറ്റ് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കുറയ്ക്കാൻ, ഓക്കെ, പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ് റെഡ്യൂസ് ചെയ്യാൻ പവർ ഷെയറിംഗ് ഇസ് ഗുഡ്. ഓക്കെ, സിൻസ് സോഷ്യൽ കോൺഫ്ലിക്ട്സ്, അപ്പൊ ഇനി സോഷ്യൽ കോൺഫ്ലിക്റ്റ് എങ്ങനെ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ലീഡ്സ് ടു വയലൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തിനു കാരണമാവും? ഈ പറയുന്ന വയലൻസിനും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിക്കും കാരണമാവും. സോ പവർ ഷെയറിംഗ് ഇസ് എ ഗുഡ് വേ ടു എൻഷുർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പൊളിറ്റിക്കൽ ഓർഡർ. പൊളിറ്റിക്കൽ ഓർഡറിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് വേണം? പവർ ഷെയറിംഗ് വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ് റെഡ്യൂസ് ചെയ്യാൻ പവർ ഷെയറിംഗ് വേണമെന്ന് പറഞ്ഞു. ഇനി എങ്ങാനും സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വയലൻസിലേക്കും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിലേക്കും നയിക്കും. അപ്പൊ പവർ ഷെയറിംഗ് ഇസ് എ ഗുഡ് വേ ടു എൻഷുർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പൊളിറ്റിക്കൽ ഓർഡർ. ഓക്കെ, ദെൻ ടൈറനി ഓഫ് മെജോറിറ്റി അണ്ടർമൈൻസ്. ടൈറനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ ഭരിക്കുന്ന സമയത്ത് എന്താണ്? ഏകാധിപത്യ ഭരണമൊക്കെ ആയിരുന്നു അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ ഭരണം നടത്തുന്ന സമയത്ത് എന്താണ്? മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അവർക്കത് ഫേവർ ആണോ എന്നൊന്നും നമ്മൾ നോക്കില്ല. സോ അങ്ങനെ ഒരു ഭരണം നടത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ അണ്ടർമൈൻസ് ദ യൂണിറ്റി ഓഫ് ദ കൺട്രി ആസ് വെൽ ആസ് ഓഫൻ ബ്രിങ് ruin to the majority as well. അപ്പൊ അത്തരത്തിലൊരു ഭരണം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ആർക്കും ചോദ്യം ചെയ്യാനൊന്നുമുള്ള അവിടെ റൈറ്റ്സ് ഇല്ല. അത് രാജ്യത്തിന്റെ യൂണിറ്റിയും ബാധിക്കും. അതേപോലെ തന്നെ മെജോറിറ്റി അത് താല്പര്യമില്ലാണ്ട് അത് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇറ്റ് സ്ട്രെസ് ദാറ്റ് പവർ ഷെയറിംഗ് വിൽ ബ്രിങ് ഔട്ട് ബെറ്റർ ഔട്ട്കംസ്. അപ്പൊ ഇത് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് എന്തിലേക്കാണ്? പവർ ഷെയറിംഗ് ഒരു ബെറ്റർ ഔട്ട്കംസിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് എത്തിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ റീസൺ നമ്മൾ പഠിച്ചു, വൈ പവർ ഷെയറിംഗ് ഇസ് ഡിസൈറബിൾ, ദാറ്റ് ഈസ് ദ പ്രുഡൻഷ്യൽ റീസൺ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ മോറൽ റീസൺ. ഓക്കെ, സോ പവർ ഷെയറിംഗ് ഇസ് എ വെരി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഒരു സ്പിരിറ്റ് തന്നെയാണ്. എ ഡെമോക്രാറ്റിക് റൂൾ ഇൻവോൾവ്സ് ഷെയറിംഗ് പവർ വിത്ത് ദോസ് അഫക്റ്റഡ് ബൈ ഇറ്റ്സ് എക്സസൈസ് ആൻഡ് ഹു ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്സ് എഫക്ട്സ്. പീപ്പിൾ ഹാവ് എ റൈറ്റ് ടു ബി കൺസൾട്ടഡ് ഓൺ ഹൗ ദേ ആർ ടു ബി ഗവേൺഡ്. എങ്ങനെ എന്നെ ഭരിക്കണം എന്നുള്ളത് ആരുമായിട്ട് എന്നെ കൺസൾട്ട് ചെയ്യപ്പെടണം? ഞാനുമായിട്ട്. ഞാൻ എന്നെ എങ്ങനെയാണ് നിങ്ങൾ ഭരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? എന്നോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണം എന്നെ ഭരിക്കാൻ. ഓക്കെ, സോ പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. എ ഡെമോക്രാറ്റിക് റൂൾ ഇൻവോൾവ്സ് ഷെയറിംഗ് പവർ വിത്ത് ദോസ് അഫക്റ്റഡ് ബൈ ഇറ്റ്സ് എക്സസൈസ് ആൻഡ് ഹൂ ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ് എഫക്ട്. ഓക്കെ, ആരാണോ അവർ ഭരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഫക്ട് ചെയ്യപ്പെട്ടത്, അതുപോലെ തന്നെ ഹു ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്സ് എഫക്ട്സ്, ആ എഫക്ട്സോട് കൂടി തന്നെ ജീവിക്കേണ്ടി വരുന്നത്. സോ ഈ ഒരു ഷെയറിംഗ് പവർ ആണ് ഇവിടെ ഇതിൽ വരുന്ന ഒരു ഡെമോക്രാറ്റിക് റൂളിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ മോറൽ റീസൺ ആൻഡ് ഇറ്റ് എംഫസൈസ് ദ വെരി ആക്ട് ഓഫ് പവർ ഷെയറിംഗ് ആസ് വാല്യുബിൾ. ഇത് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്, ദി ആക്ട് ഓഫ് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് വെരി വാല്യുബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് കഴിഞ്ഞു, വൈ പവർ ഷെയറിംഗ് ഇസ് ഡിസൈറബിൾ. പ്രുഡൻഷ്യൽ റീസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതേപോലെ തന്നെ മോറൽ റീസൺ. ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ ഏരിയയിലേക്ക് കിടക്കുകയാണ്, ദാറ്റ് ഈസ് ദ ഫോം of power sharing, different forms of power sharing. So democracy believed that political power should be distributed among as many citizens as possible. Democracy എന്താ പറയുന്നത്? പൊളിറ്റിക്കൽ പവറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എത്രത്തോളം സിറ്റിസൺസിലേക്ക് പറ്റുമോ
എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്നാ പറയുന്നത്. പക്ഷെ മോഡേൺ ഡെമോക്രസിയിൽ പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് നടപ്പിലാവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ഫോം ഓഫ് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എമംഗ് ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു ഡിഫറെന്റ് ഓർഗൻ ഇൻ ദ സെൻ 3 ഓർഗൻസ് ആണ് ഗവൺമെന്റിനുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഓക്കെ, സോ പവർ ഷെയറിംഗ് എമംഗ് ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചറിലേക്കും എക്സിക്യൂട്ടീവിലേക്കും ജുഡീഷ്യറിയിലേക്കുമുള്ള പവർ ഷെയറിംഗ് ആണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ദി ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ഇതിനെ നമ്മൾ എന്തെന്നും കൂടെ പറയാറുണ്ട്? ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്. ഓക്കെ, അപ്പോൾ ഏത് പവർ ഷെയറിംഗ് ആണ് എ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സോ ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റിലേക്ക് പവർ ഷെയറിംഗ് നടത്തുന്നു, അതിനെയാണ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫോം ഓഫ് പവർ ഷെയറിംഗ് നോക്കാം. സോ പവർ ഷെയറിംഗ് എമംഗ് ഗവൺമെന്റ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്, ഡിഫറെന്റ് ലെവലിലുള്ള. സോ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്, ഈ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പവർ ഷെയറിംഗ് നടത്തുകയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നത് ഫെഡറൽ ഡിവിഷൻ ഓഫ് പവർ ആൻഡ് വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ. രണ്ട് രീതിയിൽ. അപ്പൊ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഓർഗൻസിലേക്ക്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെന്റിലേക്ക് നമ്മൾ പവർ ഷെയർ ചെയ്യുന്നു. I'm really sorry. ഇനി മൂന്നാമത്തതൊരു ടൈപ്പ് പവർ ഷെയറിംഗ് നോക്കാം. പവർ മേ ഓൾസോ ബി ഷെയർഡ് എമംഗ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്. ഇനി പവർ എങ്ങനെയും കൂടെ ഷെയർ ചെയ്യപ്പെടാം ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പിലേക്ക്, അതായത് റിലീജിയസ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിലേക്ക്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് അടക്കം എന്താണ് ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിലും റിലീജിയന്റെ അടിസ്ഥാനത്തിലും പവർ ഷെയർ ചെയ്യപ്പെടാം. ഇറ്റ് ഗീവ് ദം സ്പേസ് ഇൻ ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇങ്ങനെ മൈനോറിറ്റി വിങ്ങിന്, അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉള്ള വിഭാഗത്തിലേക്കൊക്കെ നമ്മൾ പവർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, റിലീജിയസ് മൈനോറിറ്റി ഉള്ള ഭാഗത്തേക്കൊക്കെ പവർ ഷെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെന്റിലും അഡ്മിനിസ്ട്രേഷനിലും ഒരു സ്പേസ് കിട്ടിയതായിട്ടാണ് അർത്ഥം. Okay, so power may also be shared among different social groups such as religious and linguistic groups. It gives them space in government as well as in administration. ഓക്കെ, ഇനി പവർ ഷെയറിംഗ് എമംഗ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇടയിലും എന്തുണ്ടാവാം? പവർ ഷെയറിംഗ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇത് നാലാമത്തെയാണ്. പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെന്റ്സ്. അവിടെ എവിടെയൊക്കെ ആവാം? പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇടയിലാവാം, പ്രഷർ ഗ്രൂപ്പിന്റെ ഇടയിലാവാം, മൂവ്മെന്റ്സിന്റെ ഇടയിലെല്ലാം എന്താവാം? പവർ ഷെയറിംഗ് ആവാം. സോ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ വേ ടു കൺട്രോൾ ഓർ ഇൻഫ്ലുവൻസ് ദോസ് ഇൻ പവർ. അധികാരത്തിൽ ഇരിക്കുന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അവരെ കൺട്രോൾ ചെയ്യാനോ ഇത്തരത്തിലുള്ള ഒരു പവർ ഷെയറിംഗ് കൊണ്ട് സാധിക്കുന്നുണ്ട്. സോ പവർ ഈസ് ഷെയർഡ് എമംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് that represent different ideologies and social groups. പവർ ഷെയർ ചെയ്യപ്പെടുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിനകത്ത് that represent different ideologies അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ് അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. Okay, so at last, in a democracy, interest group such as those of traders, businessmen, industrialists, farmers, industrial workers have a share in governmental power through direct and indirect ways. Direct ആയിട്ടും indirect ways ഈ പറയുന്ന വിഭാഗങ്ങൾക്ക്, അതായത് ഈ പറയുന്ന ട്രേഡേഴ്സ്, ബിസിനസ്മെൻ, ഇൻഡസ്ട്രിയലിസ്റ്റ്, ഫാർമേഴ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, ഇവരിലേക്കും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? പവർ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയപ്പെടുന്നത്? ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഇവരിലേക്കും ഒരു ഡെമോക്രസിയിലെ പവർ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 3-4 ടൈപ്പ് പവർ ഷെയറിംഗ് പറഞ്ഞു. ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റിലേക്ക് പവർ ഷെയർ ചെയ്യുന്നതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറഞ്ഞു. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെന്റിലേക്ക് പവർ ഷെയർ ചെയ്യപ്പെടുന്നു. അതിന് നമ്മൾ ഫെഡറൽ ഡിവിഷൻ ഓഫ് പവർ എന്നുകൂടി പറയാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ് ആയിട്ടുള്ള റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിലേക്ക് പവർ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഗവൺമെന്റിലും അഡ്മിനിസ്ട്രേഷനിലും ഒരു സ്പേസ് കിട്ടും. ഇനി പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക്, പ്രഷർ ഗ്രൂപ്പിലേക്ക്, മൂവ്മെന്റ്സിലേക്കൊക്കെ പവർ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് എന്ത് സാധിക്കും? കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കും അധികാരത്തിൽ ഇരിക്കുന്നവരെ. ഓക്കെ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിലേക്കും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? പവർ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗും വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, anyway, thank you so much for watching. So please subscribe to the channel for more videos. Okay, അപ്പൊ ഇന്നത്തെ 2 ക്വസ്റ്റ്യൻ. ഒന്നാമത്തത്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെന്റ് അല്ലെങ്കിൽ പവർ ഷെയറിംഗ് എമംഗ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെന്റ്, ഈ ഒരു പവർ ഷെയറിംഗ് അറിയപ്പെടുന്ന പേര്. ഓക്കെ, സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ,
എ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്. ഓക്കെ, എ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്നറിയപ്പെടുന്ന പവർ ഷെയറിംഗ് ഏതാണ്? 2 ക്വസ്റ്റ്യൻസ് ആർ ദെയർ. സോ അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ട്, സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതൊന്ന് കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ഒന്ന് പോസ്റ്റ് ചെയ്യണേ. എനിവേസ്, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നു വിചാരിക്കണം. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സെറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. സോ കീപ് വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.